സഞ്ജുവിൻ്റെ ഇന്നലത്തെ വിക്കറ്റാണ് ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നത്. സഞ്ജു ശരിക്കും ഔട്ടല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അത് രാജസ്ഥാൻ കളി ജയിച്ചേനെ. 86 റൺസ് അടിച്ച് സഞ്ജു ഫോമിലായിരുന്നു. സഞ്ജുവിൻ്റെ ക്യാച്ച് എടുത്തത് ഷായ് ഹോപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആയോ ഇല്ലയോ എന്നത് അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ സാധിക്കൂ. പക്ഷേ TV ദൃശ്യങ്ങളിൽ അത് വ്യക്തമായിട്ട് നമ്മൾ കണ്ടതായിരുന്നു. മത്സരശേഷം ഷായ് ഹോപ്പ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡൽഹി ടീം കളി ജയിച്ച ശേഷം ഷായ് ഹോപ്പ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജുവിൻ്റേത് ഞാൻ ക്യാച്ച് എടുത്തു, പക്ഷേ എൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആയോ എന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല. ടച്ച് ആയിട്ടില്ലെന്നതാണ് എൻ്റെ വിശ്വാസം. ക്യാച്ച് എടുക്കുന്ന സമയത്ത് അതെനിക്ക് കൃത്യമായി വീക്ഷിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ അത് 6 ആയിരിക്കാം. എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായി പറയാൻ സാധിക്കില്ല. തേടമ്പേരുടെ തീരുമാനം എന്താണോ അതായിരിക്കും ശരി. ഒരുപക്ഷെ എൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആയിട്ടുണ്ടായിരിക്കും, പക്ഷേ എനിക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. സഞ്ജുവിൻ്റേത് ഔട്ടാണോ 6 ആണോ എന്ന് എനിക്കിപ്പോൾ ഉറപ്പിക്കാൻ സാധിക്കില്ല. TV റീപ്ലേകളിലെ ദൃശ്യങ്ങൾ ഞാനും കണ്ടു. എനിക്കത് കണ്ടപ്പോൾ എൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ആയതുപോലെയാണ് തോന്നിയത്. എങ്കിലും ഞാൻ തേടമ്പേർ തീരുമാനമാണ് അന്തിമമായി കാണുന്നത്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മാച്ചിൽ ഇതേ കളി ഞങ്ങൾ ആവർത്തിക്കുമെന്ന് ഷായ് ഹോപ്പ് വ്യക്തമാക്കി. അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല 6 ആണോ ഔട്ടാണോ എന്നത്. തേടമ്പയർ കണ്ണുപൊട്ടനാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. TV റീപ്ലേകളിൽ വ്യക്തമായിട്ടത് ബൗണ്ടറി ലൈനിൽ ടച്ച് ആവുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും തേടമ്പയർ അത് ഔട്ട് കൊടുത്തു. ശരിക്കും സഞ്ജുവിൻ്റെത് 6 ആയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്നലെ രാജസ്ഥാൻ കളി ജയിച്ചേനെ. ഡൽഹി ടീം തോറ്റാൽ അവർ പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പയർ ഒത്തുകളിച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.